ഇവൻ ഓരോ പ്രാവശ്യവും അമ്മയുണ്ടാക്കിയ ഫുഡ് കഴിക്കുമ്പോൾ അവന്റെ മുന്നിൽ ഒരു നമ്പർ തെളിഞ്ഞ് അത് കുറയാൻ തുടങ്ങുന്നു. പക്ഷെ അവൻ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ ആ നമ്പർ കാണാറില്ല. ആദ്യം അവനത് ഇതെല്ലാം തന്റെ മനസ്സിന്റെ തോന്നലാണെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഓരോ പ്രാവശ്യവും അമ്മ കുക്ക് ചെയ്തത് കഴിക്കുമ്പോഴെല്ലാം വീണ്ടും വീണ്ടും ആ നമ്പർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു ദിവസം മരിച്ചുപോയ അച്ഛൻ പെട്ടെന്ന് അവന്റെ മുന്നിലേക്ക് വരുന്നു. ആ നമ്പർ 0 ആവുമ്പോൾ അമ്മ മരിക്കുമെന്നും പറയുന്നു. അത് കേട്ട് ഷോക്കായവൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നു. അപ്പോഴാണ് അവന് അതൊരു സ്വപ്നമാണെന്ന് മനസ്സിലാവുന്നത്. എന്നാലും അവന്റെ അമ്മയെ നഷ്ടമാവാതിരിക്കുന്നതിനായി അപ്പോൾ മുതൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് അമ്മയെ കുക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. പക്ഷെ ഒത്തിരി ദിവസം അവനത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അമ്മയെ രക്ഷിക്കുന്നതിനായി അവൻ അമ്മയുടെ അടുത്ത് നിന്ന് വളരെ ദൂരെ പോയി സെറ്റിൽ ആവുന്നു. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ നമ്പേഴ്സിനെ പറ്റിയുള്ള പേടി അവനെ വിട്ടുപോകുന്നില്ല. അതേസമയം അവന്റെ അമ്മ അവൻ കാശ് അയക്കുന്നുണ്ടെങ്കിലും തന്നെ എന്തിനാണ് അവോയ്ഡ് ചെയ്യുന്നതെന്ന് അറിയാതെ വിഷമിക്കുന്നു. ഒരു ദിവസം അവർ ഫുഡ് കുക്ക് ചെയ്ത് അതുകൊണ്ട് മകനെ കാണാനായി വരുന്നു. പക്ഷെ വീട്ടിൽ അവന്റെ ഗേൾഫ്രണ്ട് മാത്രമേ ഉള്ളൂ. അമ്മ അവളെ കഴിക്കാൻ പറഞ്ഞ് ഫുഡ് വിളമ്പി കൊടുക്കുന്നു. അത് കഴിച്ച അവൾക്ക് ഇത്രയും സ്നേഹത്തോടെ കൊടുക്കുന്ന ഫുഡ് അവൻ എന്തിനാണ് അവോയ്ഡ് ചെയ്യുന്നതെന്ന് സംശയം തോന്നുന്നു. അവൾ ഇക്കാര്യം അവനോട് ചോദിക്കുന്നു. അവളുടെ നിർബന്ധം കാരണം അവസാനം അവൻ സത്യം പറയുന്നു. പക്ഷെ അവൻ വിചാരിച്ചതുപോലെ തന്നെ ഗേൾഫ്രണ്ട് അവനെ വിശ്വസിക്കാതെ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം അവൻ വയറുവേദന കാരണം ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഡോക്ടർ ഒരു ബന്ധവുമില്ലാതെ അവന്റെ അച്ഛൻ എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിക്കുന്നു. ഉടനെ അവൻ സ്റ്റൊമക് ക്യാൻസർ ആയിരുന്നെന്ന് പറയുന്നു. അപ്പോൾ ഡോക്ടർ അവനും അതേ രോഗമാണെന്ന് പറയുന്നു. അത് കേട്ട് അവൻ ഷോക്കാവുന്നു. ആക്ച്വലി അവർ രണ്ടുപേരും അമ്മയെ രക്ഷിക്കുന്നതിനായി അവരെ അവോയ്ഡ് ചെയ്ത് വിഷമിപ്പിച്ചത് മാത്രമല്ലാതെ എല്ലാ ദിവസവും ഹോട്ടൽ ഫുഡ് കഴിച്ച് സ്വന്തം ജീവിതവും നശിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ ബാക്കിയുള്ള ജീവിതം സന്തോഷത്തോടെ ജീവിക്കുന്നതിനായി അമ്മയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുന്നു.